ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് നല്ല സുഖം. ഞാനിവിടെ നല്ലൊരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മളെ ചില്ലി ചിക്കൻ 65 ഇതിനെക്കാട്ടി അടിപൊളി നമുക്ക് പാർട്ടിക്കല്ലോ ടൂരിൻ്റെ കൂടെ പൊറോട്ട, ചപ്പാത്തി, ഇനി നെയ്ച്ചോറിൻ്റെ കൂടെയെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. എനിക്കൊന്ന് നിങ്ങൾ ഇതുവരെ ഇങ്ങനൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. എന്നാന്ന് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യുകയും വേണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാമല്ലേ. നമ്മൾ ചിക്കന് ബോൺലെസ് ചിക്കൻ ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്ക് വെള്ളം കളഞ്ഞതിന് ശേഷം ഉപ്പ്, മുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു സോസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സോസ് ഒരു 1/2 കിലോനധികം മേലെ ഉണ്ട് ചിക്കൻ, 3/4 കിലോനടുത്ത്. അപ്പം എല്ലാം ഞാൻ 1/2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ടീസ്പൂണ് ഈ സോസ്, 2 ടീസ്പൂൺ കോൺഫ്ലവർ, ഉപ്പ്, മുളക് പൊടി. മുളക് നമുക്ക് എരിവിനാവശ്യമായത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് എന്താക്കാം, മുട്ട ചേർക്കണേ. മുട്ട കാണിക്കാൻ ഞാൻ വിട്ടുപോയതാണ്. ഒരു മുട്ടയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് അടച്ച് മാറ്റി വെക്കാം. മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആടെ മാറ്റി വെച്ചിട്ട് നമുക്ക് എന്താക്കാം, ഇവിടുന്ന് വലിയ സവാള 2 എടുത്തിട്ട് വലിയതായിട്ട് കട്ട് ചെയ്യാം. ചെറുതായിട്ട് കട്ട് ചെയ്യണ്ട. ബിരിയാണിക്കെല്ലാം പോലെ അങ്ങനെ സൂക്ഷിച്ചിട്ടൊന്നും കട്ട് ചെയ്യണ്ട. വലിയ പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് തക്കാളിയാണ് വേണ്ടത്. തക്കാളി ഇതുപോലെ തന്നെ നല്ല ചുവന്ന തക്കാളി 2 വലിയതെടുത്തിട്ട് ഇതുപോലെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. സവോള ഇനി നിങ്ങൾക്ക് ചെറിയ പീസാക്കിയിട്ട് ആണ് വേണ്ടത്. ഈ കടിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. ഈ ചിക്കൻ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഞാനിങ്ങനെ ചെയ്യൽ. അങ്ങനെ നമുക്കിതെല്ലാം കട്ട് ചെയ്ത് തക്കാളിയും വലിയ പീസാക്കി ഈ സവാള ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം 2 ഒന്നിച്ചല്ല ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം തക്കാളി കട്ട് ചെയ്യുക. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാൻ മുളക് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളകും നിങ്ങൾ എരിവിനാവശ്യമായത് ഇട്ട് കൊടുക്കുക. അതും നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം. ഇതുപോലെ കട്ട് ചെയ്താൽ മതി. ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് എന്താക്കാം, നേരത്തെ മസാല തേച്ച് വെച്ച് ചിക്കൻ ഉണ്ടല്ലോ അത് ഫ്രൈ ചെയ്യാം. ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഫ്രൈ പാനോ വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാം. ഈ ചിക്കനിൽ കോൺഫ്ലവറും പിന്നെ മുട്ടയെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത് തന്നെ നിൽക്കണം. എന്നിട്ട് കുറച്ചായി ഇട്ടിട്ട് അടുത്ത് തന്നെ നിന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ എന്താണ്, ലോ ഫ്ലെയിമിലിട്ടാൽ നമ്മളെ കോൺഫ്ലവറും മുട്ടയിലും മിക്സ് ചെയ്തത് ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിലിടാനും പറ്റില്ല. അതുപോലെ തന്നെ പിന്നെ എണ്ണ ഫുള്ള് ഒഴിക്കുകയും വേണം. ഡീപ്പ് ഫ്രൈ ചെയ്യാനും ശ്രദ്ധിക്കണം. അടുത്ത് തന്നെ നിന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഫ്രൈ ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഫ്രൈ ആയതിന് ശേഷം നമുക്കത് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായാൽ ഈ നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലില്ല അതന്നെ അതിൽ ഒഴിച്ചു കൊടുക്കുക. ആ ഓയിൽ തന്നെ ഒഴിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിയുന്നത് വരെ മസാല ആക്കാതെ നമ്മൾ വെയിറ്റ് ചെയ്തത്. ആ ഓയിലിൽ ഈ മസാല ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടാൻ കേട്ടോ.
അങ്ങനെ നമുക്ക് ഈ സവോള ആ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. സവോള പെട്ടെന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, ഒരു നുള്ളുപ്പ്, എന്നാൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. അങ്ങനെ നമുക്ക് ഇത് കളറ് മാറി വരുമ്പോൾ, സവോളൻ്റെ കളറ് മാറി വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കുക. അടച്ച് വെച്ച് വേവിച്ചാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തക്കാളി വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിലാക്കാൻ വിട്ടുപോകരുത്. അങ്ങനെ നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുമ്പം വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു സോസ് റെഡിയാക്കണം. എങ്ങനെ സോസ് റെഡിയാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഈ സോസ് ഞാൻ ഉണ്ടാക്കിയതുണ്ട് കേട്ടോ. തക്കാളി വേവിച്ചതിന് ശേഷം ആ തക്കാളീൻ്റെ തൊലി കളഞ്ഞ് അത് പീൽ ചെയ്യാൻ, എന്നിട്ട് പിന്നെ ഒരു മിക്സീൻ്റെ ജാറിലിട്ട് കൊടുക്കുക. തണുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക, ശ്രദ്ധിക്കണം. പിന്നെ തക്കാളിയും അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും, ഈ 2 തക്കാളി വേണേ, 2 വലിയ തക്കാളി, 2 അല്ലി വെളുത്തുള്ളിയും, അതുപോലെ തന്നെ ചില്ലിയില്ലേ, ഡ്രൈ ചില്ലിയും ഇട്ട് കുറച്ച് ഉപ്പും ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കുക. നമുക്കതിൽ ഫുഡ് കളറും കൂടെ ഇട്ട് കൊടുക്കുക, റെഡ് കളറാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കൂടെ അടിച്ചതിന് ശേഷം ഈ നമ്മൾ സവോള സവോള വഴറ്റി വന്നില്ലേ, തക്കാളിയും സവോളയും, അതിൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഈ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതും അടച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം, മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടിപൊളിയാണ് കേട്ടോ, പൊറോട്ട ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കുക. ഇത് ഞാൻ രാത്രിയാണ് ഉണ്ടാക്കിയത് കുബൂസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി പിറ്റേന്ന് രാവിലെ ഞാൻ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. ആ ചിക്കൻ ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇന്ന് നെയ്യപ്പത്തിന് ഞാൻ ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്, നല്ല അടിപൊളി ചെമ്മീൻ കറി, തേങ്ങക്കറി. അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യാം ഇൻഷാ അല്ലാ. ഈ അരി നമുക്ക് 2 കപ്പ് അരി രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട്, ഇനി രാവിലെ ഉണ്ടാക്കുന്നെങ്കിൽ 2-3 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. 2 കപ്പ് അരിക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. ഇനി 1/2 കപ്പിൽ കുറച്ച് ചോറ് കുറക്കുന്നുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മുട്ടയപ്പം എന്നാണ് ഇനി പറയുന്നത്, പക്ഷേ മുട്ട ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു ഇഡലിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കുക. കട്ടി കൂടാനും പാടില്ല, കട്ടി കുറഞ്ഞു പോകാനും പാടില്ല. അങ്ങനെ അരച്ചെടുക്കണം. കട്ടി കുറഞ്ഞാലാണെങ്കിൽ അപ്പം എണ്ണ പിടിച്ചിട്ട് നമുക്ക് തിന്നാൻ കഴിയൂല. ഇനി കട്ടി കൂടുതലാണെങ്കിൽ അതിൻ്റെ നടുക്കൊരു പൊന്തിയ ഒരു കല്ല് പോലെ ആയിട്ട് അതും കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല നമ്മൾ ഇഡലിൻ്റെ പരുവത്തിൽ തന്നെ അരച്ചെടുത്തിട്ട് നമുക്കിതുപോലെ എണ്ണ ചൂടായ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. നല്ല പൊങ്ങി വന്ന അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്, നെയ്യപ്പം. അപ്പം നമ്മൾ ചില്ലി ചിക്കനല്ല, ഒരു ചിക്കൻ ഫ്രൈ കേട്ടോ. അതിൻ്റെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം. അങ്ങനെ ചിക്കൻ ഫ്രൈയും നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം. അപ്പം ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്, താങ്ക് യു.